മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ അവശ്യമരുന്നുകൾ ലഭ്യമല്ലെന്ന പ്രചരണത്തിനെതിരെ രോഗികൾ. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ചുള്ള എല്ലാ മരുന്നുകളും ലഭ്യമാണെന്നും മറിച്ചുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും രോഗികൾ പറഞ്ഞു. ആശുപത്രിയിൽ സ്റ്റോക്കുള്ള മരുന്നുകളുടെ പട്ടിക പുറത്തുവിട്ടതോടെ ചാനൽ വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് വ്യക്തമായി. മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ അവശ്യമരുന്നുകൾ പോലും ലഭ്യമല്ലെന്നായിരുന്നു ഒരു ചാനൽ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയത്. ഏതു രോഗത്തിനും പാരസിറ്റമോൾ ഗുളികകൾ മാത്രമാണ് രോഗികൾക്ക് നൽകുന്നത് എന്നായിരുന്നു ചാനലിൻ്റെ വാദം. എന്നാൽ വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് ആശുപത്രിയിലെ സ്റ്റോക്ക് രജിസ്റ്റർ പുറത്തു വന്നതോടെ വ്യക്തമായി. ഡോക്ടർമാർ പതിവായി കുറിക്കുന്ന മരുന്നുകളെല്ലാം ആവശ്യത്തിലധികം ആശുപത്രിയിൽ സ്റ്റോക്കുണ്ട്. 24 അവശ്യമരുന്നുകളുടെ പട്ടികയാണ് ആശുപത്രി അധികൃതർ പുറത്തുവിട്ടത്. മരുന്നുകളുടെ ലഭ്യത സംബന്ധിച്ച് രോഗികൾക്കും പരാതിയില്ല. ഡോക്ടർമാർ കുറിക്കുന്ന പ്രധാന മരുന്നുകളെല്ലാം ഫാർമസിയിൽ നിന്ന് ലഭിച്ചതായി രോഗികളും വ്യക്തമാക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യനെ ഗർഭിണിയായിട്ട് വന്നാണ്. ഞാൻ ടിൻറ്റു പാറയ്ക്കൽ എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് കാണുന്നത്. ആ ഡോക്ടറെ കുറിച്ച് തന്ന മരുന്നുകൾ ഉണ്ട്, ഡോക്ടറും ഉണ്ട്. ഇപ്പം ഞാൻ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. ഞാൻ ഓർത്തോ ഡോക്ടറെ കാണാനാണ് വന്നത്. ഡോക്ടർ എഴുതിയ മരുന്നുകളെല്ലാം കിട്ടുകയും ചെയ്തു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ അവശ്യമരുന്നുകളില്ലെന്ന വ്യാജ പ്രചരണത്തിൻ്റെ ഭാഗമായിരുന്നു മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചും സമാന വാർത്ത ചാനൽ പുറത്തുവിട്ടത്. എന്നാൽ മരുന്നുകളുടെ സ്റ്റോക്ക് സംബന്ധിച്ച യഥാർത്ഥ കണക്ക് പുറത്തു വന്നതോടെ വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് വ്യക്തമായി. ആശുപത്രി ഫാർമസിയിൽ നിന്നും മരുന്നുകൾ ലഭിച്ചുവെന്ന രോഗികളുടെ വെളിപ്പെടുത്തൽ വ്യാജ വാർത്തയ്ക്കുള്ള മറുപടിയുമായി. സാലി മുഹമ്മദ്, കൊച്ചി.